നമസ്കാരം. ഈ വർഷത്തെ ശനി ജയന്തി ജൂൺ 6, അതായത് നാളെയാണ് വരുന്നത്. ഈ സമയം ജീവിതത്തിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ശനി എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് പലതരത്തിലുള്ള ടെൻഷനുകൾ വരുന്നതാകുന്നു. കാരണം ശനിദേവനുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും എന്ന് തന്നെയാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ ശനി കടാക്ഷിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതായ മാറ്റങ്ങൾ അത്ഭുതകരം തന്നെയാണ്. ശനിദേവൻ ജനിച്ച ദിവസമായി തന്നെയാണ് ഈ ദിവസത്തെ കണക്കാക്കുന്നത്. അതിനാൽ തന്നെ ജീവിതത്തിൽ ശുഭകരവും അതേപോലെ തന്നെ ചില മോശകരവുമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതുമാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ശനിദേവന്റെ കടാക്ഷത്താൽ അനുഗ്രഹം ഇന്നേ ദിവസം വന്ന് ചേരുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രം ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ മികച്ചതായ അന്തരീക്ഷം കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ ദിവസങ്ങൾ തന്നെയാണ് ഇന്നു മുതൽ വന്നു ചേരുക. ശനി ജയന്തിക്ക് മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രകടമായി തുടങ്ങും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയം വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതിന്റെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പ്രകടമായി തുടങ്ങും. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. പുതിയ വരുമാന മാർഗങ്ങൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക, ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക, അല്പം ലാഭം ലഭിക്കുകയോ അല്ലെങ്കിൽ പുതിയ കരാറുകൾ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വന്നു ചേരുക, ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, ജോലി ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുക, മനസന്തോഷം വർദ്ധിക്കുക, പല കാര്യങ്ങളും തടസ്സങ്ങളൊഴിഞ്ഞ് അനുകൂലമായി കൊണ്ടിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് ഇവർ പ്രവർത്തിക്കുകയാണ് എങ്കിൽ വളരെ വേഗം ഉയർച്ച നേടുവാൻ ഇവർക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ജയന്തിക്ക് മുൻപ് തന്നെ അനുകൂലമായ ഫലങ്ങൾ പ്രകടമായി തുടങ്ങും എന്ന് പറയാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ദാമ്പത്യ ജീവിതം അല്പം കൂടി സന്തോഷകരമായി തീരുകയോ അല്ലെങ്കിൽ തർക്കങ്ങൾ ഒഴിവാക്കുവാനോ സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ ചെയ്യുവാനും ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുകയോ അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അനുകൂലമാവുകയോ ചെയ്യാവുന്നതാകുന്നു. വിശേഷപ്പെട്ട ദിവസമായി തന്നെ മാറും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പരസ്പര ധാരണ മെച്ചപ്പെടുന്നതായ സമയമാകുന്നു. ബന്ധങ്ങളിൽ കൂടുതൽ പക്വത നേടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. കാരണം ധനം കൈകളിലേക്ക് വന്നു ചേരും എങ്കിലും അല്പം ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാത്തതായ അല്ലെങ്കിൽ വളരെ കാലമായി നടക്കണം എന്ന് ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന് പറയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ശനി ജയന്തി മുതൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രകടമാകും. എന്നിരുന്നാൽ പോലും ശനി ജയന്തിക്ക് മുൻപ് തന്നെ ഈ കാര്യങ്ങൾക്ക് സൂചനകൾ ലഭിക്കുകയോ അല്ലെങ്കിൽ അനുകൂലമായി തുടങ്ങുകയോ ചെയ്യാവുന്നതാകുന്നു. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നിസ്സംശയം പറയാം. ഉത്തര നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. പ്രധാനമായും തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം. പ്രണയികൾക്ക് അനുകൂലമായ സമയമാണ്. കുടുംബാംഗങ്ങളുടെ എതിർപ്പുകൾ പല കാര്യങ്ങളിലും നേരിടേണ്ടതായി വരും. എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം. തിടുക്കത്തിൽ ഒരു കാര്യവും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്.
ഏത് കാര്യവും ക്ഷമയോടെ തന്നെ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക സ്ഥിതി പതിവിലും മികച്ചതായി തീരാം. ചെലവുകൾ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതായ സമയം തന്നെയാണ് ഇത്. കൂടാതെ ഈ സമയം ജോലിയിൽ ഒരിക്കലും അശ്രദ്ധ കാണിക്കാൻ പാടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് പതിവിലും മികച്ചതായി തീരും. ചെലവുകളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച നേടുകയോ ജോലി ലഭിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. മാനസികപരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, പല വിഷമങ്ങൾ, ദുഃഖങ്ങൾ എന്നിവ ഒരു പരിധിവരെ ഒഴിവാക്കുകയോ തരണം ചെയ്യുവാനോ സാധിക്കുന്നതായി വരാം. ഈ സമയം നിങ്ങൾക്ക് പൊതുവിൽ അനുകൂലമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ശനി ജയന്തിക്ക് മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രകടമായി തുടങ്ങും എന്ന കാര്യം പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാകുന്നു. പ്രത്യേകിച്ചും ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ എല്ലാ കാര്യങ്ങളിലും വന്നു ചേരാം. ഇന്നു മുതൽ അനുകൂലമായ ഫലങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രധാനമായും അശ്രദ്ധ നിങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. ഈ സമയം മികച്ച വിജയങ്ങൾ ഏതൊരു കാര്യത്തിലും നേടുവാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധ വേണം, തിടുക്കം കാണിക്കരുത് എന്നീ കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മികച്ച രീതിയിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ബിസിനസ് പരമായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾ, തൊഴിൽ ലഭിക്കുന്നതോ ജോലിയിൽ ഉയർച്ചയ്ക്കോ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യപരമായി അല്പം ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. മനസ്സിലുള്ള പല ദുഃഖങ്ങളും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും, അഥവാ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഈ സമയം പരമശിവനെ ആരാധിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വിജയങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള ഫലങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നതായ സമയം, ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സമയം. നിങ്ങൾക്ക് ഈ സമയം വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കൂടാതെ ജോലിസ്ഥലത്ത് നിങ്ങളുടെ സ്ഥാനം അത് ശക്തിപ്പെടുകയോ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയോ മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം ഏറ്റുവാങ്ങുവാൻ സാധിക്കുന്നതായ അവസരമാണ് വന്നു ചേരുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ വളരെയധികം വർദ്ധിക്കും. ശനിദേവന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാവുകയോ തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനോ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാകുന്നു. ശരിയായ ദിശയിൽ തന്നെ നിങ്ങൾ പരിശ്രമിക്കേണ്ടത് അനിവാര്യമാകുന്നു. ആരോഗ്യ കാര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ദിവസമായി തന്നെ മാറും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ദിവസങ്ങൾ തന്നെയാകുന്നു. പ്രധാനമായും ശനി ജയന്തിക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇന്നു മുതൽ അനുകൂലമായ ചില കാര്യങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും ഉത്തമമാകുന്നു. ശനിയാഴ്ച ഭഗവാന് ശനിദേവന് ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്.